നമസ്കാരം. PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2025. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം -6 + 5 അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലുണ്ട്, ഡിവൈഡഡ് ബൈ -2 + 1 അത് മറ്റൊരു സ്ക്വയർ ബ്രാക്കറ്റിലും. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ്സ് ബോർഡ് മാസ് ഫോളോ ചെയ്ത് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ -6 + 5 -1 -2 + 1 എഗെയിൻ അതും -1 ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻസ് ഉള്ളത് ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, വലിയ നമ്പറിൻ്റെ സൈൻ ഇടുക. -1 ഡിവൈഡഡ് ബൈ -1, നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ്, പോസിറ്റീവ് 1, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3 ആണ്. ഏതാണ് ആ സംഖ്യ? അപ്പോൾ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ, അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്ററാണ്. അതിൻ്റെ കൂടെ 1 കൂട്ടി സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് 1/2 കിട്ടിയത്. അതുപോലെ ഛേദം അഥവാ ഡിനോമിനേറ്റർ, അതിൻ്റെ കൂടെ 1 കൂട്ടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 4/10 ആദ്യത്തെ ഓപ്ഷൻ എടുത്താൽ 4/10ൻ്റെ കൂടെ 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5/10 അത് 1/2 കിട്ടും. പക്ഷേ 10ൻ്റെ കൂടെ 1 കൂട്ടി ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4/11 ആണ് വരിക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല. നമുക്ക് 1/2ഉം 1/3ഉം വേണം വരാൻ. ഇനി അടുത്ത ഓപ്ഷനായ 3/10 എടുത്താൽ 3യുടെ കൂടെ 1 കൂട്ടിയാൽ 4/10, സിംപ്ലിഫൈ ചെയ്താൽ 2/5. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫെയിലായി, അതുമല്ല. ഇനി 2/3 എടുത്താൽ 2ൻ്റെ കൂടെ 1 കൂട്ടി 3/3 1 കിട്ടി, അവിടെയും 1/2 വന്നിട്ടില്ല. ഇനി 3/8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3 + 1 4/8 1/2. ഇനി 3/8ൽ ഛേദമായ 8ൻ്റെ കൂടെ 1 കൂട്ടി 3/9 = 1/3. അപ്പോൾ ഇവിടെ 3/8 എടുത്തപ്പോൾ രണ്ട് കണ്ടീഷനും നമുക്കിത് കറക്റ്റായിട്ട് വരുന്നു. അംശത്തിൻ്റെ കൂടെ 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി, ഛേദത്തിൻ്റെ കൂടെ 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3യും കിട്ടി. ആൻസർ 3/8. അടുത്ത ചോദ്യം, 3/5 + 1/5 - 3/10 മൾട്ടിപ്ലൈഡ് ബൈ 36/45 ഡിവൈഡഡ് ബൈ 16/5. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. 3/5 + 1/5 - 3/10. ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൽ 3/5 + 1/5 4/5 - 3/10 മൾട്ടിപ്ലൈഡ് ബൈ 36/45 ഡിവൈഡഡ് ബൈ 16/5. ഇനി 4/10 എന്നുള്ളതിനെ നമുക്ക് 4/5നെ നമുക്ക് 8/10 എന്ന് എഴുതാം. 4/5ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷനായ 8/10 - 3/10. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുന്നു, അഥവാ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കിയാൽ നമുക്ക്, ലൈക്ക് ഫ്രാക്ഷൻസ് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും എളുപ്പമാണ്. 8/3 - 8/10 - 3/10 5/10 × 36/45 ഡിവൈഡഡ് ബൈ 16/5. 5/10 എന്ന് പറഞ്ഞാൽ 1/2 × 36/45. ഇനി ഡിവിഷനാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ലെഫ്റ്റ് ടു റൈറ്റ് വേണമെങ്കിലും പോകാം. ഡിവൈഡഡ് ബൈ 16/5 1/2 × 5/16. ഇവിടെ 9 4 വെച്ച് എഗെയിൻ 9 4 9 രണ്ടും ക്യാൻസലായി 1/8. ആൻസർ 1/8.
ഈ രീതിയിൽ ചെയ്തു പോകാം. ആൻസർ 1/8. ഓപ്ഷൻ ഇവിടെ മറ്റേ മെത്തേഡും കൂടി കാണിക്കാം. സാധാരണ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പോവും. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമാണെങ്കിലും ലെഫ്റ്റ് ടു റൈറ്റ് പോയാൽ മതിയാവും. അപ്പോഴും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. 1/2 ഇൻറ്റു 36/45 ഡിവൈഡഡ് ബൈ 16/5. അപ്പോൾ ഇവിടെ 18/45 ഇൻറ്റു 5/16. 9 2 കൊണ്ട് 9 8. 9 രണ്ടും ക്യാൻസൽ ആവുന്നു. 1/8. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോയാലും മതി. ആൻസർ 1/8. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 216 ഉസാഖ 6 ആയാൽ ലസാഗു എത്ര? പ്രോഡക്റ്റ് 216, HCF 6. അപ്പോൾ LCM എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉസാഖ എപ്പോഴും അവയുടെ ഗുണനഫലത്തിൻ്റെ ഒരു ഘടകം, ഫാക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ 216നെ 6 കൊണ്ട് ഹരിക്കുക. 6 3s are 80, 36. 36 36 ലസാഗു. ലസാഗു ഇൻറ്റു ഉസാഖ ചെയ്യുമ്പോഴാണ് 216 ഗുണനഫലം ലഭിക്കുന്നത്. ഓപ്ഷൻ എ 36. അടുത്ത ചോദ്യം, വില കാണുക. സ്ക്വയർ റൂട്ട് ഓഫ് 256/6400 മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു 7056. അപ്പോൾ 256ൻ്റെ സ്ക്വയർ റൂട്ട് 16 6400ൻ്റെത് 80. 64ൻ്റെത് 8 0 കൂടെ ഇടുന്നു. 25ൻ്റെത് 5. ഇനി 7056ൻ്റെത് ഒന്നുകിൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വഴി കാണാം, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ നമുക്കറിയാം 7000. അപ്പോൾ 7056 80യുടെ സ്ക്വയറാണ് എടുക്കുന്നത്. 80യുടെ സ്ക്വയറും 90യുടെ സ്ക്വയറും എടുത്താൽ 6400ൻ്റെയും 8100ൻ്റെയും ഇടയ്ക്കാണ് 7056 വരുന്നത്. അപ്പോൾ നമുക്കറിയാം 81 വരില്ല. 81ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 1ലായിരിക്കും എൻഡ് ചെയ്യുക. 82ൻ്റെത് 4ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. 82 ഇൻറ്റു 82. 83യുടേതാണെങ്കിൽ 9ൽ എൻഡ് ചെയ്യും. 84ൻ്റെത് 6ൽ എൻഡ് ചെയ്യും. അതുപോലെ 85 5ൽ എൻഡ് ചെയ്യും. 86ൻ്റെതും 6ൽ എൻഡ് ചെയ്യും. അപ്പോൾ 84 അല്ലെങ്കിൽ 86ൻ്റെ സ്ക്വയർ ആയിരിക്കും 7056. അപ്പോൾ ഇത് നോക്കിയാൽ 32 3 7 84ൻ്റെ സ്ക്വയറാണ്. 84 അല്ലെങ്കിൽ 86ൻ്റെ സ്ക്വയർ ആയിരിക്കും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. 84ൻ്റെ സ്ക്വയറാണ് 7056. അപ്പോൾ 84. 5 ഈ 5 രണ്ടും ക്യാൻസൽ ആവുന്നു. 1/84. ആൻസർ 1/84. അടുത്ത ചോദ്യം, ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം. അപ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. 160/800 ഇൻറ്റു 100. 20%. ഓപ്ഷൻ ഡി 20%. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉം ആയാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? അപ്പോൾ എക്സും വൈയും ആണെങ്കിൽ x+y 10ഉം xy 20ഉം ആയാൽ അവയുടെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ 1/, ചെയ്യുമ്പോഴുള്ള തുക 1/x + 1/y. ദാറ്റ് ഈസ് y + x / xy. അതുതന്നെയാണ് x + y / xy. 10/20 വിച്ച് ഇസ് 1/2. ആൻസർ 1/2. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദശാംശ രൂപത്തിൽ എഴുതുക. 1 + 9/100 + 3/1000.
1 + 9/100 എന്ന് പറഞ്ഞാൽ 0.09, 3/1000 0.003. 1 പോയിൻറ്റ് ഇതുപോലെ എഴുതി കൂട്ടാം, 0.093. ഓപ്ഷൻ ബി 1.093. അടുത്ത ചോദ്യം, ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു. 350, 400, 350, 450, 450 ശരാശരി. അപ്പം ഇവയെല്ലാം കൂടി കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിക്കുക. 350 2 പ്രാവശ്യം 700, 450 2 പ്രാവശ്യം 900, 400, 2000 ഡിവൈഡഡ് ബൈ 5, 400. നാനൂറാണ് ഇവയുടെ ശരാശരി. പിന്നെ ആഡ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതി ഇൻ ബിറ്റ്വീൻ മിഡിലായിട്ട് വരുന്നത് 400ആണ്. ഉത്തരം 400. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇത് എടുക്കുന്ന സമയം. അപ്പോൾ സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് 250 മീറ്റർ അതുപോലെ തന്നെ എഴുതാം. 60 × 5/18 ഈക്വൽ ടു 250 × 18/60 × 5. 56 കൊണ്ട് 3 10. വീണ്ടും ക്യാൻസൽ ചെയ്യുന്നു. 5 × 3 15 സെക്കൻഡ്. ക്യാൻസലേഷൻ ചെയ്യുന്നതാണ് എളുപ്പം. 15 സെക്കൻഡ്. അടുത്തത് 3:72 ദെൻ 4:2. അപ്പോൾ 3യും 72വും തമ്മിൽ നമുക്ക് പെട്ടെന്ന് 3 × 24 ആണ് 72. അപ്പോൾ 4 × 24 96. പക്ഷേ ഓപ്ഷനിലില്ല. പക്ഷേ 3 ക്യൂബ് 27 അതിനെ തിരിച്ചെഴുതിയേക്കാണ് 72. 4 ക്യൂബ് 64 അതിനെ തിരിച്ചെഴുതിയാൽ 46. അത് ഓപ്ഷനിലുണ്ട്. അപ്പോൾ 46 ആയിരിക്കും ഉത്തരം. അടുത്ത ചോദ്യം, 30 + 4 - 20 ഡിവൈഡഡ് ബൈ 5 × 1 5 + 1 × 10. അപ്പോൾ ഇത് ബോർഡ് മാസ് വെച്ച് തന്നെ ആദ്യം 30 + 4 - 20 ഡിവൈഡഡ് ബൈ 5 ആദ്യം ചെയ്യാം. 20 ഡിവൈഡഡ് ബൈ 5 4 + 1 × 10. ഇനി 30 + 4 - 4 + 1 × 10 10. ഇനി അഡീഷനും സബ്ട്രാക്ഷനും മാത്രമുള്ളപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകാം. 34 - 4 + 10 30 + 10 40. ആൻസർ 40. ആദ്യം ഡിവിഷൻ ചെയ്തു, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, പിന്നെ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമായപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോയി. 40. അടുത്തത് 5 7 8 10 12 14 17 19 ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ 7 2 സീരീസ് ആയിട്ട് നമുക്കിതിനെ കാണാം. 5 8 1 3 5 1 3 5 7 ഇങ്ങനെയുള്ള സംഖ്യകൾ എടുത്താൽ 5 + 3 8 8 + 4 12 12 + 5 17. അപ്പോൾ അടുത്ത വരാനുള്ളത് 17 + 6 23. അടുത്ത സെക്കൻഡ് 4 6 എടുത്ത് നോക്കിയാൽ 7 + 3 10 10 + 4 14 ആ രീതിയിൽ ആണ് പോയത്. 14 + 5 19 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് അടുത്തത് 17 + 6 23 ആണ് ഇവിടെ വരേണ്ടത്. 1 3 5 7 9 ആ സംഖ്യകൾക്കൊരു സീരീസ്, 2 4 6 8 ആ പൊസിഷനിലുള്ള നമ്പേഴ്സിന് മറ്റൊരു സീരീസ്, 2 സീരീസ് ചേർത്ത് എഴുതിയേക്കുന്നതായിരുന്നു ഇത്. ഉത്തരം 23. അടുത്ത ചോദ്യം, വ്യത്യസ്തമായത് ഏത്? ചതുരം, വൃത്തം, പഞ്ചഭുജം, സാമാന്തരികം. ഇതിൽ വൃത്തം മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ബാക്കിയെല്ലാം പോളിഗൺസ് ആണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചാണ്. ചതുരം റെക്റ്റാങ്കിൾ, പഞ്ചഭുജം പെൻഡഗൺ, സാമാന്തരികം പാരലലോഗ്രാം, ഇതെല്ലാം ഒരു പോളിഗൺ, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചുള്ള ക്ലോസ്ഡ് ഷേപ്സ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഒരു വൃത്തം മാത്രമാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത കർവുള്ള വൃത്തം. അടുത്തത്
AZCX VYDW. ഇനി FUHS അതിന് വരുന്നത്. അപ്പം എക്ക് ബി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഫിന് ജി. ഇനി ഇസഡിന് തൊട്ട് മുമ്പുള്ള വൈ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ യുവിൻ്റെ തൊട്ട് മുമ്പ് STUT. അതുപോലെ സി കഴിഞ്ഞാൽ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് കഴിഞ്ഞാൽ അടുത്തത് ജി. ഈ GHI എച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എച്ച് കഴിഞ്ഞാൽ ഐ ആണ്, ഐ. ഇനി എക്സിന് തൊട്ട് മുമ്പുള്ള W. അപ്പോൾ എസ്സിന് തൊട്ട് മുമ്പുള്ളത് R. GTIR. ഓപ്ഷൻ സി, GTIR. അടുത്തത്, ഇവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 29, 37, 49, 61. ഇതിൽ 29, 37, 61 ഇത് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ്. 49 മാത്രമാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ള ഒരു നമ്പർ. അപ്പോൾ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത്, തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ABCDEFGHI ICLERI ഇതാണ് ഫസ്റ്റ്. ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള ഓരോന്നിൻ്റെ നമ്പർ അറിയുമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 18 വരുന്നത് ആറിനാണ്, 12 എല്ലിനാണ്, RLE എന്ന് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു മീനിങ് ഫുൾ വർക്ക് വരുന്നില്ല. ICE. അടുത്തത് 3-ന് C, 9 I, 18-ന് R, C, 12-ന് L, സർക്കിൾ. ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് വന്നു. ഓപ്ഷൻ സി ആണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് കിട്ടിയത്. അടുത്തത്, ശരണിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എന്ത്? അപ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 8ഉം 12ഉം ഒഴിവാക്കി 32 നോക്കാം. അമ്മയുടെ പ്രായം 32 ആണെങ്കിൽ ശരണിൻ്റെ പ്രായം അതിൻ്റെ 1/4 ആയിരിക്കും, 8 ആയിരിക്കും. 4 വർഷങ്ങൾ കഴിയുമ്പോൾ അമ്മയുടെ പ്രായം 36 ആകും. അപ്പോൾ ശരണിൻ്റെ പ്രായം 12. അപ്പോൾ 36 എന്ന് പറയുന്നത് 12ൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 32 ആണ്. അടുത്ത ചോദ്യം, 1, 3, 5, 7, 9. അടുത്തത് 11 ഓഡ് നമ്പേഴ്സാണ്. അടുത്തത്, സബിത ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ടോട്ടൽ കാണാൻ എപ്പോഴും m+n-1. 25 + 25 - 1 49. ആ വരിയിലാകെ 49 പേരാണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്